PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ കാര്യവും ശരിയായ നിലയിൽ സർക്കാർ പരിശോധിക്കുമെന്നും ഒരു മുൻവിധിയും ഉണ്ടാവില്ലെന്നും പിണറായി പറഞ്ഞു. ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രശ്നങ്ങളിലെ ഗൗരവമെല്ലാം നിലനിർത്തി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അച്ചടക്കമാണ് പ്രധാനം. അച്ചടക്കം തടസ്സപ്പെടുത്തുന്ന നടപടികൾ വച്ചുപൊറുപ്പിക്കില്ല എന്നും ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന സമാപന വേദിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ. വേദിയിൽ ADGPയും എത്തിയിരുന്നു. അതേസമയം നടപടിയും അന്വേഷണവും നടത്താമെന്ന് പറയുമ്പോഴും അൻവറിനെ കുറ്റപ്പെടുത്താത്ത നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അച്ചടക്കത്തിന് ചട്ടക്കൂടിൽ നിന്ന് വ്യതിചലിക്കാതെ പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പോലീസ് സേനയിലുള്ളവർ. മുൻകാലത്ത് മർദ്ദന ഉപകരണങ്ങളായിരുന്നു പോലീസ്. അതിൽ നിന്നും മാറ്റി ജനസേവകരായി പോലീസായി മാറി. പുരോഗമന സർക്കാരുകൾ അതിന് വഴിയൊരുക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സേന കേരളത്തിലെ പോലീസാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എവിടെയും ക്രമസമാധാന പ്രശ്നങ്ങളില്ല. സമാധാന അന്തരീക്ഷം നിലനിർത്താൻ പോലീസ് സേന മുഖ്യ പങ്ക് വഹിക്കുന്നു. കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ തെളിയിക്കാൻ പോലീസിന് കഴിയുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വേഗം തെളിയിക്കുന്നു. എത്ര ഉന്നതരായാലും മുഖം നോക്കാതെ പോലീസ് നടപടിയെടുക്കുന്നു. ആർക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പോലീസിന് ആരെയും ഭയപ്പെടേണ്ടതില്ല. ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും പോലീസിന് വിലങ്ങുതടിയാകുന്നില്ല. ഇത്തരം മാറ്റങ്ങൾക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചെറിയ വിഭാഗം ഇപ്പോഴുമുണ്ട്. ഇവരാണ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്നത്. ഇവരെക്കുറിച്ച് സർക്കാരിന് വിവരമുണ്ട്. ഇത്തരക്കാരെ സർവീസിൽ വേണ്ട എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ കൂടുതലായി പോലീസ് സേനയിലേക്ക് കടന്നു വരുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ചുള്ള പ്രവർത്തനം അവരിൽ നിന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ കഴിഞ്ഞ കാലം പരിശോധിച്ചാൽ കേരള പോലീസിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായി എന്ന് കാണാൻ നമുക്ക് കഴിയും. നല്ല രീതിയിലുള്ള ജനകീയ സേന അത് അന്വർത്ഥമാക്കും വിധമുള്ള വിവിധ ഇടപെടലുകൾ എല്ലാം നാടിൽ അനുഭവിക്കാൻ കഴിയും. ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സേന ആ നിലയിലേക്ക് കേരളത്തിലെ പോലീസ് സേന എത്തിയിരിക്കുന്നു എന്നതാണ്. മുൻപൊക്കെ കേരളത്തിലെ ഇടയ്ക്കിടെ ക്രമസമാധാന നിലവിളികൾ ഉയരുമായിരുന്നു. എന്നാൽ ഇപ്പോ എവിടെയും അതുണ്ടായിട്ടില്ല. ക്രമസമാധാനം എന്ന വിഷയം ഒരാൾക്കും ഉന്നയിക്കാനാവാത്ത വിധം ഭദ്രമായ സാമൂഹ്യ ജീവിതം നിലനിർത്താൻ നമുക്ക് കഴിയുന്നു. അതിൽ സുപ്രധാനമായ പങ്കാണ് പോലീസ് സേനയിലെ ഓരോ അംഗവും വഹിക്കുന്നത്. ക്രമസമാധാന പാലനത്തിൽ എന്ന പോലെ ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിലും മികവ് പുലർത്താൻ കേരള പോലീസിന് സാധിക്കുന്നു. പല നാളുകളായി തെളിയിക്കപ്പെടാതിരുന്ന എത്രയോ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനായി. ലഹരി, മയക്കുമരുന്ന് റാക്കറ്റുകളെ ഇല്ലായ്മ ചെയ്യാൻ മാതൃകാപരമായ ഇടപെടലുകൾ നടത്തുന്നു. കേരളത്തിന് പുറത്തുള്ള റാക്കറ്റുകളെ വരെ കേരള പോലീസിന് കണ്ടെത്താനാകുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങളിലും ശക്തമായ നടപടി സ്വീകരിക്കുന്നു. എത്ര ഉന്നതനാണെങ്കിലും മുഖം നോക്കാതെ നമ്മുടെ പോലീസ് നടപടിയെടുക്കും എന്ന നിലയുണ്ടായിരിക്കുന്നു. വിദേശങ്ങളിൽ പോലും പോയി അതിവിദഗ്ധമായി സൈബർ കേസുകൾ പിടിച്ചെടുക്കാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നു. ഇത്തരം മാറ്റങ്ങൾക്ക് നേരെ
മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചെറിയൊരു വിഭാഗം ഇപ്പോഴും ഉണ്ട് എന്നത് ഗൗരവമായി കാണുന്നു. ഇത്തരക്കാരുടെ പ്രവർത്തനമാണ് പോലീസ് നേടിയ സൽപ്പേരിനെ കളങ്കപ്പെടുന്നത്. ഒരാൾ ചെയ്യുന്ന തെറ്റ് പലപ്പോഴും സേനക്കാകെ അപമാനം നിർത്തിവെക്കുന്ന നിലയിലേക്ക് എത്തുന്നു. അവരെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായി വിവരങ്ങളുണ്ട്. അത്തരക്കാരെ കേരളത്തിൽ പോലീസ് സേനയിൽ ആവശ്യമില്ല എന്ന നിലപാടാണ് പൊതുവെ സർക്കാരിനുള്ളത്. ഈ കാഴ്ചപ്പാടോടെ ഇത്തരത്തിലുള്ള ഉൾക്കുത്തുകളെ കേരളത്തിൻ്റെ ജനകീയ സേനയിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറായിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷം എടുത്താൽ ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ടത് 108 പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടി ഇനിയും തുടരും എന്നാണ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്.